എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടക്കസ് ട്രെയിൻ. ഇന്ന് കുറച്ച് ഒരു ബിസി ഡേ ആണ്. അപ്പൊ ബിസി ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന്. നാട്ടിൽ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ബേക്കർ എന്ന സ്ഥിതിക്ക് ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങണത് തന്നെ ഞാൻ ഓർത്ത് എന്നാ പിന്നെ കുറച്ച് കേക്ക് ബേക്കിംഗ് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാവാമെന്ന് വിചാരിച്ച്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കേക്ക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഏർലി മോർണിംഗ് എണീറ്റ് 7 മണിയായപ്പോഴേക്ക് എണീറ്റ് നമ്മള് ആലുവയിലായിരുന്നു. നമ്മൾ അങ്കമാലി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് കേക്കിന്റെ പരിപാടിയും സംഭവങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ ഞാൻ ഓൺ ദ വേ ഇരുന്ന് കുറച്ച് ലിസ്റ്റും സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട് ഇന്ന് ചെയ്യാനുള്ള കേക്ക്. നമുക്കിന്ന് 5 കേക്ക്സാണ് കൊടുക്കാനുള്ള. 10 o'clock 2 12 o'clock 1 1 o'clock 1 5:30 ഒരെണ്ണം കൂടിയുള്ള രീതിയിലാണ് ചെയ്യാൻ പോണേ. അപ്പൊ അതുകൊണ്ട് ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഫസ്റ്റത്തെ കേക്ക് ഇച്ചിരി റഷ് ചെയ്ത് ചെയ്യണം. കാരണം 10:30 ആണ് 10 o'clock നമ്മൾ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചൊരു റഷ് ചെയ്ത് ചെയ്യണം. 2 കേക്കും കൂടെ ഒരുമിച്ച് ഒരാൾക്കുള്ളതുകൊണ്ട്. അപ്പൊ എന്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ കേക്കിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. എൻ്റെ അടുത്ത് കുറെ നാളായി എല്ലാവരും പറയണേ, നിനക്ക് എന്താ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടൂടെ, കേക്ക് ബേക്ക് ചെയ്യണതൊക്കെ ഇട്ടൂടെയെന്ന്. ഞാൻ അപ്പോൾ വിചാരിച്ചു എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഒരു റൈറ്റ് ടൈം എന്നുള്ളത്. കാര്യം ഇന്ന് നമുക്ക് ഇഷ്ടംമാതിരി കേക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കേക്കിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ഏറെക്കുറെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. ഇത് നമ്മൾ ചെയ്യാൻ പോണത് ബാർബി കേക്കാണ്. അതിനു മുമ്പ് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഡിസൈനില്ലേ, എനിക്ക് തോന്നുന്നു ഇത് കുറച്ചധികം ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ്. ചുമ്മാ നമ്മൾ ഐസിങ് നൈഫ് കൊണ്ട് താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ടാൽ മാത്രം മതി. അത് നല്ലൊരു ഡിസൈൻ കിട്ടുകയും ചെയ്യും, അത്യാവശ്യം നല്ല ഫിനിഷിങ് ഉണ്ടാവുകയും ചെയ്യും. ഇതൊരു യൂഷ്വൽ ബാർബി കേക്കിൽ നിന്ന് വേറൊരു ഡിസൈനാണ് നമ്മൾ ഈ പ്രാവശ്യം ട്രൈ ചെയ്തത്. ബൈ ദ വേ, ഇത് ആരും ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഓർഡർ ചെയ്തത് വൺ ഓഫ് മൈ ഫേവറേറ്റ് കസ്റ്റമേഴ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനി ചേച്ചിയാണ് ഈ കേക്ക് ഓർഡർ ചെയ്തത്. ഷാനി ചേച്ചി ഫേവറേറ്റ് ആവാനുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമറും ആണ്. പിന്നെ അതുമല്ല, കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം കൂടെ ചേച്ചി തരാറുണ്ട്. ഇതും ഷാനി ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് കേക്കായിരുന്നു. ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്, ജുവൽ മേരിയുടെ. അപ്പൊ ആ കുട്ടി കുറുമ്പിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 കേക്കും ഉണ്ടാക്കണേ. ചേച്ചിയുടെ ഐഡിയ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ബാർബി കേക്ക് ഫിനിഷ് ചെയ്തത്. ഈ ഒരു സ്ക്വയർ കേക്ക് സെക്കൻഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനുള്ള ഒരു റൈറ്റിംഗ് കൂടെ ചേച്ചി തന്നിട്ടുണ്ടല്ലോ. ആ ഒരു വിശ്വാസത്തിന് പുറത്ത് ഞാനും പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചില കേക്ക് ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് പല ഡിസൈനുകളും ഓർമ്മ വരണേ. അങ്ങനെ വന്നൊരു ഡിസൈനാണിത്. എങ്ങനെയുണ്ട് കാണാൻ? ഇപ്പൊ 2 കേക്ക് ചെയ്ത് കഴിഞ്ഞ് തനിപ്പോ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് 2 കേക്കുകളും ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ 3rd കേക്കാണ് ചെയ്യാൻ പോണേ. ആകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ്റെ ആയിരുന്നു നെക്സ്റ്റ് ഓർഡർ. ഇതൊരു വെഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യണ ഒരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു സിമ്പിൾ കേക്കാണത്. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, എന്നാലും ഒരു വെഡിങ്ങിനാണ് ചെയ്യണേന്ന് മാത്രമേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു വെഡിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ മോഡലാണ് ചെയ്തത്. ഇതും ചുമ്മാ ആ സമയത്ത് തോന്നി അങ്ങനെ ചെയ്തൊരു മോഡലാട്ടോ. ആകാശിന്റെ കേക്ക് നമുക്ക് ഡെലിവറി ആണുള്ളത്. അത് നമ്മളല്ല, ഡെലിവറി ബോയ് ആണ് ഡെലിവറി ചെയ്യണേ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത കേക്കിലേക്ക് പോവാം. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കേക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തത് റോസേച്ചി ആയിരുന്നു. ചേച്ചി നമ്മുടെ നെയ്ബറാണ്. ചേച്ചിയുടെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കായിരുന്നു ഇത്. നമ്മുടെ തൊട്ടടുത്തുള്ള GB പാലസിലാണ് ഇതിന് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയത്. കാര്യം അത് നമുക്ക് നല്ല കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയത്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അറിയാലോ, ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളോട് ഈ ടൈമിൽ തന്നെയായിരുന്നു കേക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൺ ടൈമിൽ തന്നെ ഡെലിവറി ചെയ്ത്. ഈ 6 years ഓഫ് ബേക്കിങ്ങിന്റെ ഇടയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കേക്ക് നേരത്തെ വേണമെങ്കിൽ നേരത്തെ ഡെലിവറി ചെയ്യാം, അതൊക്കെ ഫൈനാണ്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോണ്ടന്റ് വർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കേക്ക് ഡെലിവറി ചെയ്യുന്നേക്കാളും 1/2 hour ബിഫോർ ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേക്കിന് കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേക്കിന്റെ പുറത്ത് കുറേയേറെ ക്രീം ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ വിശ്വസിക്കണില്ല. കാര്യം അതിന്റെ ടേസ്റ്റ് എല്ലാം ഇരിക്കണത് കേക്കിന്റെ ഉള്ളിലാണ്.
പിന്നെ പുറത്തിലത്തെ ആ ഡിസൈന് വേണ്ടിയിട്ട് മാത്രമുള്ള ക്രീമാണ് നമ്മൾ പുറത്ത് ആഡ് ചെയ്യാറ്. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ ഫൈനൽ കേക്കിന്റെ പരിപാടിയിലേക്ക് കടക്കാണ്. ഈ കേക്ക് നമുക്ക് ഓർഡർ ചെയ്തത് അഞ്ജലി ആയിരുന്നു. നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്തവരുടെ ഫേവറേറ്റ് ഫ്ലേവർ ആണ് സ്പാനിഷ് ഡിലൈറ്റ്, നമ്മുടെ സിഗ്നേച്ചർ ഫ്ലേവർ. അതിനകത്ത് വരണ 1 kg ഒരു ബോട്ടിൽ തീം കേക്ക് ആയിരുന്നു അത്. അതുപോലെ തന്നെ അവർ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സ്ട്രോബെറീസും ഓറിയോയും കുറച്ച് ചോക്ലേറ്റ് ടോപ്പിംഗ്സും കൂടെ ആഡ് ചെയ്തായിരുന്നു. അങ്ങനെ ഈ വ്ലോഗ് ഇവിടെ തീരാണ്. നിങ്ങളുടെ ഫേവറേറ്റ് കേക്ക് ഏതാന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്കസ്ട്രി. ബൈ ബൈ.